സങ്കീർണമായ ജൈവ പരിണാമ പഠന വഴിയിൽ പുതിയൊരു നാഴികക്കല്ലായി ഒരു കൂട്ടം ഗവേഷകരുടെ പുതിയ കണ്ടെത്തൽ. ശാസ്ത്ര സത്യങ്ങൾ രൂപപ്പെടുന്നത് ഒട്ടനവധി പരീക്ഷണങ്ങളുടെയും നിരീക്ഷണങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ചില നിഗമനങ്ങളിലൂടെയാണ്. ഇത്തരം നിഗമനങ്ങൾ പലപ്പോഴും പുതിയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ പുനഃപരിശോധന നടത്താറുണ്ട്. ഇത്തരത്തിലുള്ള പഠനങ്ങൾക്കൊരു ഉദാഹരണമാണ് 16ഓളം ഗവേഷകരും കൂടെ പ്രവർത്തിച്ച ഒട്ടനവധി ആളുകളും ചേർന്ന് പസഫിക് തീരത്തുള്ള ഒരു ദക്ഷിണ അമേരിക്കൻ രാജ്യമായ പെറുവിൽ നിന്നും കണ്ടെത്തിയ ഫോസിൽ കേന്ദ്രീകരിച്ച് നടത്തിയ പഠനങ്ങൾ. ഈ പഠനങ്ങൾ ഏകദേശം ഒരു ദശാബ്ദകാലത്തിൽ കൂടുതൽ ദൈർഘ്യമുള്ളതായിരുന്നു. പെറു എന്ന രാജ്യം ഭൂമിശാസ്ത്രപരമായി ഒട്ടനവധി പ്രത്യേകതകളുള്ളതാണ്. അതുപോലെ പരിണാമ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒട്ടനവധി ഫോസിലുകളും ഈ രാജ്യത്തു നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇവർ കണ്ടെത്തിയ ഭൂമിയുടെ ചരിത്രത്തിലെ ഏറ്റവും ഭാരം കൂടിയ ജീവിയായി കണക്കാക്കപ്പെടുന്ന പുതുതായി നാമകരണം ചെയ്ത പെറുസെറ്റസ് കൊളോസസിൻ്റെ വിശേഷങ്ങളാണ് ഞാനിന്ന് നിങ്ങളോട് പങ്കുവെക്കുന്നത്. തിമിംഗലങ്ങളും ഡോൾഫിനുകളും ഒക്കെ അടങ്ങുന്ന ജലസസ്തനികളുടെ ഒരു വിഭാഗമാണ് സെറ്റേഷ്യൻസ്. ഫോസിലുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള പഠനങ്ങൾ ഇവയുടെ കരയിൽ നിന്നും വെള്ളത്തിലേക്കുള്ള പരിണാമത്തിൻ്റെ സങ്കീർണമായ ചരിത്രത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ലോകത്തിൽ ഏറ്റവും വലിപ്പം കൂടിയതും ഭാരം കൂടിയതുമായ ജീവിയായി അറിയപ്പെടുന്നത് നീലത്തിമിംഗലമാണ്. ഇപ്പോൾ നീലത്തിമിംഗലത്തേക്കാൾ ഇരട്ടി ഭാരമുള്ളതായി കണക്കാക്കുന്ന, അതായത് ലോകത്തിൽ ഏറ്റവും ഭാരം കൂടിയ ജീവി എന്നു പറയാവുന്ന തിമിംഗലത്തിൻ്റെ പൂർവികരായി കണക്കാക്കപ്പെടുന്ന മൺമറഞ്ഞുപോയ ഒരു ജീവിയെ ശാസ്ത്രലോകത്തിന് പരിചയപ്പെടുത്തി 16ഓളം ഗവേഷകരടങ്ങുന്ന ഒരു സംഘം. ഇവരുടെ ഈ പഠനങ്ങൾ അന്താരാഷ്ട്ര ഗവേഷണ ജേണലായ നേച്ചറിൻ്റെ പുതിയ ലക്കത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പൂർണ്ണമായും വംശനാശം സംഭവിച്ച സെറ്റേഷ്യൻസ് സസ്തനികളുടെ ഒരു കുടുംബമാണ് ബാസിലോസോറിഡേ. ഇയോസിൻ കാലഘട്ടത്തിൻ്റെ മധ്യഭാഗം മുതൽ അവസാന ഭാഗം വരെ ജീവിച്ചിരുന്ന ഇവ അന്റാർട്ടിക്ക ഉൾപ്പെടെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും ജീവിച്ചിരുന്നതായാണ് ഫോസിൽ കേന്ദ്രീകരിച്ചിട്ടുള്ള പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. ഇവരായിരിക്കാം പൂർണ്ണമായും ജലത്തിൽ ജീവിക്കുന്ന ആദ്യ സസ്തനികളുടെ വിഭാഗം. പുതുതായി നാമകരണം ചെയ്ത പൂർണ്ണമായും മൺമറഞ്ഞുപോയ ഇവയെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബാസിലോസോറിഡേ കുടുംബത്തിലെ ഒരു പുതിയ ജനുസിലാണ്. പ്രസിദ്ധനായ പാലിയന്റോളജിസ്റ്റ് അഥവാ ഫോസിൽ കേന്ദ്രീകരിച്ച് പഠനങ്ങൾ നടത്തുന്ന ഡോക്ടർ മരിയോ ഉർബിനോ എന്ന ഗവേഷകൻ 2010 പെറുവിലെ തെക്കൻ തീരത്തുള്ള പ്രദേശങ്ങളിൽ നടത്തിയ പഠനങ്ങളിലാണ് ഈ പുരാതന തിമിംഗലത്തിൻ്റെ ആദ്യ ഫോസിൽ കണ്ടെത്തിയത്. പിന്നീട് ഇവരുടെ സംഘം ഏകദേശം 1 വർഷത്തിലധികം സമയമെടുത്ത് ഈ ഫോസിലുകൾ മുഴുവനായും കുഴിച്ചെടുക്കുകയും പിന്നീട് ഇവരോടൊപ്പം ഇറ്റലി, ബെൽജിയം, സ്വിറ്റ്സർലൻഡ്, ന്യൂസിലാൻഡ്, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിലെ ഗവേഷകർ നടത്തിയ വിവിധ പഠനങ്ങളാണ് ഈ പുതിയ കണ്ടെത്തലിലേക്ക് വഴിതെളിച്ചത്. ഇത്തരത്തിൽ കണ്ടെത്തിയ ഫോസിലുകളെ കേന്ദ്രീകരിച്ച് അവയുടെ പ്രായം കണക്കാക്കൽ, സെറ്റേഷ്യൻ സസ്തനികളുടെ നട്ടെല്ലിലെ കശേരുക്കളുടെ ഒരു താരതമ്യ പഠനം, ബോൺ മൈക്രോ അനാറ്റമി ആൻഡ് ഹിസ്റ്റോളജി, സ്കെലിറ്റൻ ആൻഡ് ഹോൾ ബോഡി മാസ് എസ്റ്റിമേഷൻ, സ്കെലിറ്റൽ മാസ് ബോഡി മാസ് സ്റ്റഡി തുടങ്ങിയ ഇത്തരത്തിലുള്ള വിവിധ പഠനങ്ങൾ, ഏകദേശം 1 ദശാബ്ദക്കാലം നീണ്ടുനിന്ന പഠനങ്ങൾ, അവയുടെ അടിസ്ഥാനത്തിൽ ആണ് ഇവർ ഇത്തരത്തിലുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തിയത്. ഇനി ഇവരുടെ കണ്ടെത്തലുകളിലെ ചില വസ്തുതകൾ നമുക്ക് പരിശോധിക്കാം. ഈ തിമിംഗലം ഏകദേശം 40 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നതായാണ് ഇവരുടെ പഠനങ്ങൾ വെളിവാക്കുന്നത്. ഏകദേശം 80 മുതൽ 340 ടൺ വരെയാണ് ഇവയുടെ ഭാരം. അതായത് ഏറ്റവും വലിയ യാത്രാവിമാനമായ എയർബസ് 380-നേക്കാൾ 25% ഭാരം കൂടുതൽ. കൂടാതെ ഭൂമിയിൽ ഇതുവരെ ജീവിച്ചിരുന്നതിൽ വെച്ച് ഏറ്റവും ഭാരമേറിയവ. നീലത്തിമിംഗലത്തേക്കാൾ വലിപ്പം കുറവാണെങ്കിലും ശരീരഭാരം നീലത്തിമിംഗലത്തിൻ്റെ 2 ഇരട്ടിയിൽ കൂടുതൽ വരും. ഇവയുടെ ഒരു കശേരുവിൻ്റെ ഭാരം 100 കിലോഗ്രാമിൽ കൂടുതലാണ്. അപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം എത്രമാത്രം
ഭാരം ഉള്ള ഒരു ജീവിയായിരുന്നു എന്ന്. ഇത്തരത്തിലുള്ള അമിതഭാരം ഇവയുടെ വെള്ളത്തിനടിയിലെ ചലനങ്ങൾ നിയന്ത്രിക്കാൻ സഹായകമായ ഒരു അനുകൂലമായിട്ട് നമുക്ക് കണക്കാക്കാം. ഈ തിമിംഗലത്തിന് ഏകദേശം 20 മീറ്ററോളം നീളമുണ്ടായിരുന്നതായി കണക്കാക്കുന്നു. ഇവർ കുഴിച്ചെടുത്തതിൽ മൊത്തം 13 ഭീമാകാരമായ കശേരുക്കളും അതിലൊന്നിന് ഏകദേശം 200 കിലോഗ്രാമിൻ്റെ അടുത്ത് ഭാരമുണ്ട്. കൂടാതെ 4 വാരിയെല്ലുകളും ഒരു ഇടിപ്പെല്ലുമാണ് കണ്ടെത്തിയത്. ഈ പുതിയ കണ്ടെത്തലുകൾ സെറ്റേഷ്യൻ പരിണാമ പഠനത്തിന് പുതിയ വഴിത്തിരിവാണ്. ഇന്നത്തെ ഡോൾഫിൻ, തിമിംഗലം തുടങ്ങിയവയുടെ ആദ്യകാല പൂർവികർ കരയിലാണ് താമസിച്ചിരുന്നത്. അവയിൽ ചിലവ ചെറിയ മാനുകളുടെയൊക്കെ സാമ്യമുള്ളവയായിരുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. പിന്നീട് അവർ വെള്ളത്തിലേക്ക് നീങ്ങുകയും പൂർണ്ണമായും വെള്ളത്തിൽ ജീവിക്കാനുള്ള അനുകൂലനങ്ങൾ സ്വായത്തമാക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ഇത്തരത്തിൽ പൂർണ്ണമായും വെള്ളത്തിൽ ജീവിക്കുന്ന ആദ്യകാല സസ്തനികളിൽ പെടുന്ന ഒന്നായാണ് ഈ പുതുതായി കണ്ടെത്തിയ സസ്തനികളെ കണക്കാക്കുന്നത്. ചെറിയ തല, ഭാരമേറിയ അസ്ഥികൾ തുടങ്ങിയവയാണ് ഇവയുടെ സവിശേഷതകൾ. പല്ലുകളുടെ അവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടില്ലാത്തതിനാൽ അവയുടെ ആഹാര രീതി കൃത്യമായി കണക്കാക്കാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും അസ്ഥികളുടെ ഭീമമായ ഭാരക്കൂടുതൽ, ഇവ ആഴം കുറഞ്ഞ വെള്ളത്തിലാവാം, അതായത് തീരപ്രദേശങ്ങളിലൊക്കെ ആവാം ഇവ ജീവിച്ചിരുന്നതെന്നാണ് ഇവർ കണക്കാക്കുന്നത്. പരിണാമ പ്രക്രിയ ഒരിക്കലും വ്യക്തി കേന്ദ്രീകൃതമല്ല. അതായത് ഒരു ജീവിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല എന്നർത്ഥം. അവ എപ്പോഴും ഒരു കൂട്ടം അഥവാ ഒരു പോപ്പുലേഷനിൽ സംഭവിക്കുന്ന മാറ്റമാണ്. ഇത്തരം മാറ്റങ്ങൾ സംഭവിക്കുന്നത് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ടാണ്. ഈ പഠനങ്ങൾ സെറ്റേഷ്യൻ പരിണാമത്തിൻ്റെയും രൂപാന്തരണത്തിൻ്റെയും ഒട്ടനവധി വസ്തുതകൾ വെളിവാക്കുന്നു. ഇത്തരം മനുഷ്യപരിണാമത്തിൻ്റെ വേരുകൾ തേടിയുള്ള ഗവേഷകരുടെ യാത്രകൾ വീണ്ടും പരിണാമ ചരിത്രത്തിൻ്റെ അറിയപ്പെടാത്ത ചില ഏടുകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഭൂമിയുടെ ഉൽപ്പത്തി, മനുഷ്യപരിണാമം, ജീവജാലങ്ങളുടെ പരിണാമം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പഠനങ്ങൾ ലോകമെമ്പാടും നടക്കുന്നുണ്ട്. ഇത്തരം പഠനങ്ങളുടെ മാഹാത്മ്യം നാം മനസ്സിലാക്കുന്നതോടൊപ്പം വരും തലമുറയിലെ കുട്ടികളിലേക്കും പരിണാമ ചരിത്രത്തിൻ്റെ വസ്തുതകൾ എത്തിക്കാൻ നമുക്ക് കഴിയണം. ഇവയെപ്പറ്റി കൂടുതലായിട്ട് അറിയാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഇവരുടെ പബ്ലിഷ്ഡ് ആയിട്ടുള്ള പേപ്പർ, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.